ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സൗഖ്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന. കുരിശിലെ 3 ആണികളിൽ തൂങ്ങിക്കിടന്ന നേരമത്രയും ശ്വാസമെടുക്കാൻ ഏറെ വിഷമിച്ച ഈശോയെ, ഞങ്ങളുടെ സ്നേഹപിതാവിനെ വചനമായ അങ്ങ് തൊട്ടു സുഖപ്പെടുത്തണമേ. ദൈവപിതാവിൻ്റെ അവർണ്ണനീയമായ സ്നേഹത്താൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മകൃപയാൽ പൂർവാധികം ശക്തിപ്പെടുത്തണമേ. ദൈവികമായ ആന്തരികാനന്ദത്താൽ നിറയ്ക്കണമേ. അനുദിന കാര്യങ്ങൾ ചെയ്യാനും തിരുസഭയെ നയിക്കാനും വേണ്ട ആരോഗ്യം ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് നൽകണമേ. പാപ്പായെ പരിചരിക്കുന്ന മെഡിക്കൽ ടീമിനെ ശരിയായ രോഗനിർണയത്തിനും വേണ്ട ചികിത്സ നൽകാനും സഹായിക്കണമേ. പാപ്പായുടെ നല്ല ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളിലും സമൃദ്ധമായി കൃപകൾ വർഷിക്കണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ യൗസേപ്പിതാവേ, ഇവയൊക്കെയും പരിശുദ്ധ തൃത്വത്തിൻ്റെ മുൻപിൽ ഉചിതമായി സമർപ്പിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ നിന്നിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയിർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിൽ എപ്പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.